ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്തു. ഇനിയും 8-ാം അധ്യായത്തിൻ്റെ തന്നെ 26-ാം വാക്യം, അവനും തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ, ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയും. 28-ാം വാക്യം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ തന്നെ സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. രണ്ടാമത് മധ്യസ്ഥ അണയ്ക്കുന്നു. ഒന്ന് ക്രിസ്തുവാണ് മധ്യസ്ഥൻ. അതുകൊണ്ട് തന്നെ മധ്യസ്ഥത അണയ്ക്കുന്നവർ ക്രിസ്തുവിൻ്റെ പക്ഷത്താണ്. ക്രിസ്തു മധ്യസ്ഥനായതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നവരെല്ലാം ആരുടെ പക്ഷത്താ? ക്രിസ്തു പക്ഷത്താണ്. ആരുടെ പക്ഷത്താണ്? ക്രിസ്തു പക്ഷത്താണ്. രണ്ടാമത് ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. എങ്ങനെ പക്ഷപാതം ചെയ്യുമെന്ന് അറിയുന്നുണ്ട്. ആത്മാവ് ദൈവഹിതപ്രകാരം വിശുദ്ധന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പക്ഷപാതം ചെയ്യുന്നു. ദൈവഹിതം അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ചില മക്കളൊക്കെ 10-16 വയസ്സിൽ ബൈക്കിന് വേണ്ടി വഴക്കുണ്ടാക്കുന്നു. അവർക്ക് ബൈക്ക് വേണം. അമ്മയോട് പറഞ്ഞു ബൈക്ക് മേടിക്കാൻ പൈസയില്ല. നീ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവ് തരുവടാ. അവൻ വിശ്വസിച്ചു. ആ കുഞ്ഞ് പോയി പ്രാർത്ഥിക്കുക. പൈസ 16+1 കയറുന്നേ ഉള്ളൂ. എനിക്ക് ബൈക്ക് തരണേ. ആത്മാവ് എങ്ങനെ പ്രാർത്ഥിക്കും? പറഞ്ഞു. ആത്മാവ് എങ്ങനെ പ്രാർത്ഥിക്കും? ആത്മാവ് പ്രാർത്ഥിക്കും, ബൈക്ക് കൊടുക്കല്ലേ. കാരണം വയസ്സ് എത്രയേ ഉള്ളൂ? 16 ഉള്ളൂ. ലൈസൻസ് ഉണ്ടോ? ഇല്ല. ലൈസൻസ് 18 കിട്ടത്തുള്ളൂ. കർത്താവേ, ഇവനിപ്പം ബൈക്ക് മേടിച്ച +2 പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇവൻ പെട്ടിക്കകത്താവും. 5 പൈസ ഇൻഷുറൻസും കിട്ടത്തില്ല. അതുകൊണ്ട് ഇവന് ബൈക്ക് കൊടുക്കല്ലേ എന്ന് ആര് പ്രാർത്ഥിക്കും? ആത്മാവ് പ്രാർത്ഥിക്കും. ആത്മാവ് ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കും. ചെറുക്കന് ഒരു പെണ്ണുമായിട്ട് പ്രേമമോ, അതോ വിശ്വസിക്കാത്ത ഒരു പെണ്ണ്, ദൈവത്തെ വിശ്വാസമില്ല, ഇതര മതത്തിൽ അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസം ഇല്ലാത്തൊരു കുട്ടിയാണ്. അവൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ അമ്മയോട് ഇടപെടണമേ. ആത്മാവ് പ്രാർത്ഥിക്കും, അമ്മയോട് ഇടപെടല്ലേ. കാരണം കല്യാണത്തിന് ആരോടും ദൂത് പോലും ചോദിക്കരുത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദൂത് പോലും പ്രവചനം പോലും ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നാ കാര്യം എന്നറിയാം? പ്രവാചകൻ്റെ ആത്മാവ് പ്രവാചകന് കീഴ്പ്പെട്ടിരിക്കും. നമുക്ക് രാജസ്ഥാനിലെ മരുഭൂമിയിൽ നിന്നൊരു കല്യാണം വന്നു, അമേരിക്കയിൽ നിന്നൊരു കല്യാണം വന്നു. പാവം പിടിച്ചൊരു കൊച്ച, അത് രക്ഷപ്പെട്ട അനിയത്തിമാരെയൊക്കെ കെട്ടിക്കുക. എന്നോട് വന്ന് ചോദിച്ചു, ഭാഷ എന്തോ ചെയ്യണം? പ്രവാചകൻ്റെ ആത്മാവ് പ്രവാചകന് കീഴ്പ്പെട്ടിരിക്കും. ഒരു പക്ഷേ ഞാൻ പറയും, രക്ഷപ്പെട്ടു പോട്ടെ, ഏതായിരിക്കും നല്ലത്? അമേരിക്കയായിരിക്കും. അമേരിക്കയിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അവന് വേറെ പെണ്ണുണ്ടെന്ന്. എന്നെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒറ്റ കാര്യം പ്രാർത്ഥിക്കണം, ദൈവമേ അറിയത്തില്ല എന്താ ഗുണമെന്ന്. ഏതു ഗുണം എന്നറിവാൻ ഇല്ല. മോനെ, ഞാനിന്ന് ഒത്തിരി പാടുന്നു. എന്നെക്കുറിച്ചുള്ള ഞങ്ങളുടെ പിള്ളേരുടെ ഏറ്റവും വലിയ പ്രശ്നം പാടരുതെന്നാണ്. കാരണം സ്കെയിൽ തെറ്റും. പക്ഷേ സ്കെയിലൊക്കെ ഒക്കുന്നുണ്ട്. മരിച്ചുപോയ ബിജു കറുകലിനോട് ഞാൻ ചോദിക്കാറുണ്ട് സ്കെയിലിനെ കുറിച്ച്. അപ്പം പുള്ളി ഉണ്ട് പറയും, എ മേജർ, സി മൈനർ എന്നൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മതി എന്ന് പറയും. ഈ കാണിക്കുന്ന പല ഉപദേശിമാർക്ക് ഇത് ഏക്കന്ന പൂക്കന്നറിയത്തില്ല. അവർ ചുമ്മാ കൈ കാണിക്കുന്നതാണ്. ഇവരാരും പഠിച്ചു വന്നത്. അപ്പം ഞാൻ കയറുന്നതിന് മുമ്പ് എന്നോട് പഠിപ്പിക്കും, പാസ്റ്റേ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മതി വിരൽ എ മേജർ മൈനർ. അപ്പം പാസ്റ്റർക്ക് വലിയ അറിവുണ്ടെന്ന് കേൾക്കുന്നവരെന്ത് ചെയ്തു? എനിക്കിതൊന്നും അറിയത്തില്ല. നമ്മുടെ എല്ലാ പിച്ചും ഒറ്റ പിച്ച. എന്നാൽ പോലും എൻ്റെ പൊന്നു പ്രിയരെ, നമുക്കേതാ ഗുണമെന്നറിയാമോ? ഇല്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടി ഒരു ഓഫർ വന്നു. ഓസ്ട്രേലിയയിൽ ബൈബിൾ കോളേജിൽ പഠിക്കാൻ. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ ഇങ്ങോട്ട് വന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നതുകൊണ്ട് അത് മിക്കവാറും എന്തായിരിക്കാം, അങ്ങോട്ട് പോയതല്ല, ഇങ്ങോട്ട് വന്ന ഒരു കാര്യമാണ്, ദൈവഹിതമായിരിക്കാം. അപ്പോൾ എന്നോട് പറഞ്ഞു പോകാൻ റെഡി ആയിക്കോളാം പറഞ്ഞു. നീ ഡൽഹിക്ക് പോകണം, പോയി എംബസിയിൽ പോകണം. ഞാൻ എംബസിയിൽ പോയി എനിക്ക് വിസ എല്ലാം അപ്ലൈ ചെയ്തു. ഓൾമോസ്റ്റ് കിട്ടി. മെഡിക്കൽ കൊടുത്തു. അപ്പോൾ എന്നെ കൊണ്ടുവന്ന അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ക്രമീകരണം ചെയ്യുന്ന ആളെന്നോട് പറഞ്ഞു, ഏത് ദിവസവും
നിമിഷവും നിനക്ക് പോകേണ്ടി വരും, നീ റെഡി ആയിക്കോളാൻ പറഞ്ഞു. അന്ന് ഞാൻ മുണ്ട ഉടുക്കുന്നേ. ഞാൻ എൻ്റെ തേച്ച് വെച്ച 8-10 മുണ്ട് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. കാരണം ഞാൻ എവിടെ പോവാ? ഓസ്ട്രേലിയക്ക് പോവുക. കോട്ടിന് പോയി നോക്കി, പൈസ കുറവായതുകൊണ്ട് അടുത്ത ദിവസം എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോകും. ദൈവകൃപ, കോട്ട് തയ്ക്കേണ്ട വന്നില്ല. ഏതായാലും എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും എനിക്ക് വീടുകളിലൊക്കെ വിളിച്ച്, ഞങ്ങളുടെ ഒത്തിരി അമ്മച്ചിമാരുണ്ട്, സ്നേഹമുള്ളവരാ. രാവിലെ ഒരിടത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഒരിടത്ത് ഊണ്, വൈകിട്ട് ഒരിടത്ത് ഡിന്നർ. പ്രിൻസവും പോവല്ലേ. എല്ലാ അമ്മച്ചിമാരും എനിക്ക് ഉമ്മ തന്നു, പൈസ തന്നു. ഇഷ്ടംപോലെ ഉമ്മയും കിട്ടി. പോവല്ലേടാ, കൃപ പോയില്ല. ഈ എന്തോ സങ്കടമായിപ്പോയെന്നറിയാം. എല്ലാവരും ചോദിക്കും, പോയില്ലേ, വന്നാണോ? ഞാൻ ഒറ്റ വർഷം ഹോളിൽ നിന്ന് ഇറങ്ങിയില്ല. ഒരു തരം ഭ്രാന്ത് പോലെ ആയിപ്പോയി. ഒരു ഭയങ്കരമില്ലാത്ത ഡിപ്രഷൻ. 1 വർഷം പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ഞാൻ ഇന്ത്യയിൽ പഠിച്ചു. ഇന്ത്യയിലെ ഒരു നല്ല സെമിനാരിൽ പഠിച്ചു. അവിടെ എനിക്ക് ആദ്യം കിട്ടിയ കൂട്ടുകാരൻ ഒരു മാനസിക പ്രശ്നമുള്ള ഒരാളാണ്. അവനെ കൊണ്ട് ആശ്രയിച്ച് പോകുന്ന എൻ്റെ ജോലിയായിരുന്നു. അങ്ങനെ 1 വർഷം അവന് വേണ്ടി ജീവിച്ചു. എന്നാലും ഒരു കാര്യം ഞാൻ പറയാം, അതുകൊണ്ട് ഞാൻ ഒത്തിരി ഇന്ത്യൻ പ്രിപ്പറേഷൻ നടന്നു. ഞാനപ്പോൾ ഇപ്പം സാധാരണ ചിന്തിക്കുമ്പോൾ പറയും, ഞാൻ ഓസ്ട്രേലിയയിൽ പോയായിരുന്നെങ്കിൽ ഒരു ഊശാന്താടിയൊക്കെ വെച്ച് ഒരു ബർമുടയൊക്കെ ഇട്ട് രാവിലെ ഗിറ്റാറൊക്കെ ആയിട്ട് കയറിയേനെ. കമോൺ ഗൈസ് എവരിബഡി, വി ആർ ഗോയിങ് ടു സീ. ഞങ്ങളുടെ അമ്മച്ചിമാർ ഫ്ലാറ്റായേനെ. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ, പിന്നെ ഞാൻ പോയിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ, എന്നാലും എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ എന്താണോ അതിനെന്നെ ഫിറ്റാക്കിയത് ഇന്ത്യയിലെ പഠനമാണ്. ചിലപ്പോൾ നമുക്കതിന് സങ്കടമായിരുന്നു. അപ്പം നമ്മൾ നാളെ എന്താകുമെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. നാളെ എന്താകുമെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. അപ്പം ദൈവം എന്ത് ചെയ്യും? നിർണയപ്രകാരം ആത്മാവ് നമുക്ക് വേണ്ടി എന്തു ചെയ്യും? പക്ഷപാതം ചെയ്യും. അല്ലേ? ആത്മാവ് നമുക്ക് വേണ്ടി എന്തു ചെയ്യും? പക്ഷപാതം. എങ്ങനെ പക്ഷപാതം ചെയ്യും? ദൈവഹിതപ്രകാരം. അപ്പം പ്രാർത്ഥനയ്ക്കകത്തൊരു കാര്യം കൂടെ പറയണം. കർത്താവ്, ഇതെൻ്റെ ആഗ്രഹമാണ്, പക്ഷേ അതിൻ്റെ ദൈവഹിതം എന്താണെന്ന് എനിക്കറിയത്തില്ല. ദൈവഹിതം എന്താണേലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ദൈവഹിതം എന്താണേലും അത് സ്വീകരിക്കും. ചില പിള്ളേർ ഇന്നടത്ത് പഠിക്കണം, ഇന്ന കോഴ്സ് എടുക്കണം. അവിടെ നമ്മുടെ ആഗ്രഹത്തെ ദൈവത്തോട് പറയാം. എന്നിട്ട് കൂട്ടത്തിൽ പറയണം, ഏതാണ് നല്ലതെന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങയുടെ ഹിതത്തിൽ എന്നെ എന്ത് ചെയ്യണം? നയിക്കണം. അപ്പം പരിശുദ്ധാത്മാവ് ദൈവഹിതപ്രകാരം അത് പക്ഷപാതം ചെയ്ത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നന്മയ്ക്കായിട്ട് മാറ്റുന്ന ദൈവമാണ്. കർത്താവെ, അങ്ങയുടെ ഹിതത്തിൽ ആത്മാവിനോട് സമർപ്പിക്കണം. 1, ക്രിസ്തു നമ്മുടെ പക്ഷപാതക്കാരൻ. 2, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി എന്തു ചെയ്യും? പക്ഷപാതം ചെയ്യും. കർത്താവിൻ്റെ സന്ധി ആത്മാവ് പക്ഷപാതം ചെയ്യുമ്പോൾ ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യും. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും അങ്ങയുടെ ഹിതത്തെ മതിയെന്നുള്ളൊരു സമർപ്പണം വേണം. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലതും അപ്പോൾ എന്തായിട്ട് മാറും? നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും. 2, ആത്മാവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പക്ഷപാതം ചെയ്യും. ഇനി ക്രിസ്തു തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ല പ്രാർത്ഥനയുടെ റോൾ മോഡൽ. വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 21-ാം വാക്യം. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. യേശു സ്നാനമേറ്റ് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ എന്തോ തുറന്നു? സ്വർഗം തുറന്നു. അപ്പോൾ ഇന്നും പ്രാർത്ഥിച്ചാൽ എന്ത് തുറക്കും? സ്വർഗം തുറക്കും. ഉത്തരവും വന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ദേഹരൂപത്തിൽ എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കും. ഇന്നും തുറക്കും. ഞാൻ എൻ്റെ ഒരു അടുത്തിടയ്ക്ക് ഉണ്ടായൊരു അനുഭവം. ഞങ്ങൾക്കൊരു കൃഷിക്കാരൻ അച്ചായൻ, വലിയ കാശൊന്നും ഉള്ളതല്ല, കപ്പയൊക്കെ ഇടും, നല്ല അധ്വാനിയാണ്. വയസ്സ് 19 കഴിഞ്ഞു. എന്നാലും കൃഷിക്കാരനെ അധ്വാനിച്ച് ജീവിക്കാനേ ഒക്കത്തുള്ളൂ. ഒരു മകൻ സുവിശേഷ വേലയില്ല, അവനോട് അച്ചായം കൊടുക്കണം. പാവം കൃഷിക്കാരനാണ്. പുള്ളി കുറച്ച് കപ്പയും 5,000 രൂപയും കൊണ്ടെത്തത്. എന്നിട്ട് കൊണ്ടുവന്നിട്ട് പുള്ളി എന്നെ കണ്ടില്ല. അതിന് പുള്ളി സങ്കടപ്പെട്ട് പിന്നെ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ കാണണം, കണ്ട് സാക്ഷ്യം പറയണം. ഞാൻ പറഞ്ഞ അവസാനം എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ കണ്ട് പറയാനിരുന്ന ഒരു സാക്ഷ്യം പറയാനാണ്.
എന്നാ കാര്യം ചോദിച്ചാൽ പാവം കപ്പയിട്ടു. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇവിടുത്തെ എനിക്കറിയത്തില്ല. അവിടെ നമ്മൾ കൃഷി ചെയ്യുന്നത് മനുഷ്യനെ കഴിപ്പിക്കാനല്ല, പന്നിക്ക് കഴിപ്പിക്കാനാണ്. ഇവിടെ അങ്ങനെ ഉണ്ടോ? ഇല്ല. അവിടെ മുഴുവൻ കപ്പയും കൃഷിയും എല്ലാം ആര് കൊണ്ടുപോകും? പന്നി കൊണ്ടുപോകും. പന്നിയെ കപ്പയെടുത്ത് നമുക്ക് കുഴപ്പമില്ല, പക്ഷെ പന്നി നമ്മളെ കുത്തിയാലും കേസില്ല. പക്ഷെ പന്നിയെ തൊട്ടാൽ എന്താ കേസാ? പന്നിക്കാണ് വില. അച്ചായൻ കപ്പയിട്ടു. ഈ പന്നി കൂട്ടം വന്നാൽ അത്രയും ഓടിക്കാം, ഒരു പടക്കമോ കെറിയോ ചെണ്ട കൊട്ടോ ഒക്കെ ചെയ്താൽ പോവും. പക്ഷേ ഈ ഒറ്റയാൻ പന്നി വന്നാൽ അപകടം. അവൻ്റെ ഈ തേറ്റയുണ്ടാവും, കുത്തി കീറിക്കളയും. അപ്പോൾ ഈ അച്ചായൻ കപ്പ വന്നപ്പം ഒരു ദിവസം പന്നി വന്നിങ്ങനെ പൊക്കി. പന്നി കാൽപ്പാട് കണ്ടു. പുള്ളി പോയിട്ട് ആ തോട്ടത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, യേശുപ്പച്ച പാവം പിടിച്ച ഞാൻ വയസ്സാം കാലത്ത് കപ്പയിട്ടത്, ഇത് കടം മേടിച്ചിട്ട് കപ്പയാണ്, ഇത് പന്നി കൊണ്ടുപോയി ഞാൻ എന്തോ ചെയ്യും? കൃത്യം ദശാംശം ഹോളി കൊണ്ട് കൊടുത്തേക്കാം, കപ്പയും കൊടുത്തേക്കാം. എൻ്റെ കപ്പ കൊണ്ടുപോകല്ലേ. എനിക്ക് രാത്രി വന്നിരിക്കാൻ പേടിയാണ്, എനിക്ക് പേടിയാണ് കർത്താവേ, പന്നി എന്നെ കുത്തിക്കോലും. എനിക്ക് രാത്രി ഇരിക്കാനൊക്കത്തില്ല. പുള്ളി എന്നും പകൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഒറ്റ കപ്പ പന്നി കൊണ്ടുപോയില്ല. ഏറ്റവും വലിയ രസം, ചില കപ്പ ഇങ്ങനെ പന്നി പൊക്കി വെച്ച് കൊടുത്തു. എന്തിനാണെന്നറിയാം? പുള്ളിക്ക് പറിക്കാൻ വേണ്ടി. തൊട്ടില്ല, പന്നി പൊക്കി കപ്പ വെച്ച്, കപ്പ ഒടിയാതെ മൂട് പൊക്കി വെച്ച് കൊടുത്തു. സ്തോത്രം പറഞ്ഞ് പുള്ളി എൻ്റെ ജോലി കുറച്ചേന്, എൻ്റെ ജോലി എന്ത് ചെയ്തേനാ? കുറച്ചേന്. ഒറ്റ മൂട് കപ്പ പുള്ളിയെടുത്ത് കൊണ്ടുപോയില്ല. ആ കപ്പ വിറ്റേൻ്റെ ദശാംശം കൊണ്ടുവന്ന് കൃത്യം ഹോളി കൊണ്ടുതന്നു. അപ്പോൾ ഒരു കാര്യം ഓർത്തണം, ഇന്നും പ്രാർത്ഥിച്ച അത്ഭുതം നടക്കും. ആ പച്ച മണ്ണിനകത്ത് പാവം പിടിച്ച കർഷകൻ തോർത്ത് വിരിച്ച് മുട്ടുകുത്തി, കർത്താവ് എനിക്ക് പേടിയാ പന്നിക്ക് കാവലിക്കാനെന്ന് പറഞ്ഞപ്പോൾ സ്വർഗം തൻ്റെ ദൂതന്മാരെ ഇളക്കി ഇരിക്കുന്നു. അപ്പോൾ ഇന്നും പ്രാർത്ഥിച്ചാൽ എന്ത് തുറക്കും? സ്വർഗം തുറക്കും. അത് വിശ്വസിക്കുന്നവരെല്ലാം കരമുയർത്തി പറഞ്ഞ്, പ്രാർത്ഥിച്ചാൽ എന്ത് തുറക്കും? സ്വർഗം തുറക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാത്രമല്ല അവിടെ ഉത്തരവുണ്ടായി. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് 4-ാം അധ്യായത്തിൽ യേശു 40 ദിവസം പ്രാർത്ഥനയിലാണ്. ആത്മാവിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി എങ്ങോട്ട് കൊണ്ടുപോയി? മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോഴാണ് പിശാചിൻ്റെ പരീക്ഷ ഉണ്ടാകുന്നത്. കല്ലുകൊണ്ട് അപ്പമാക്കാൻ പറഞ്ഞു. പിശാച് പരീക്ഷിച്ചു പല നിലകളിൽ. യേശു ആത്മാവിനാൽ വചനത്താൽ പിശാചിൻ്റെ പരീക്ഷകളെ ജയിച്ചു. ഒരു കാര്യം പറയട്ടെ, പ്രാർത്ഥിക്കുന്നവന് പരീക്ഷകളെ ജയിക്കാനൊക്കത്തുള്ളൂ. ഉപവാസിക്കുകയാണ്. 30-കാരനായി ക്രിസ്തു ഉപവസിക്കുക. എന്തിനാണ്? ആ ഉപവാസത്തിൻ്റെ ഒടുവിലാണ് പരീക്ഷകൻ വന്നത്. എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും പരീക്ഷകൾ വരാം. ദൈവം നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല, പക്ഷെ സാത്താൻ നമ്മളെ പ്രലോഭിപ്പിക്കും. ദൈവം പരീക്ഷിക്കും. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. അത് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. സാത്താൻ പ്രലോഭിപ്പിക്കുമ്പോൾ ഓർത്തോണം, അതിൻ്റെ പ്രലോഭനങ്ങളെ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? ഉടനിന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചില്ല, അവരുറങ്ങിപ്പോയി. അതുകൊണ്ട് എന്ത് പറ്റി? കോഴി കൂകുന്ന ഇടവേളയിൽ ക്രിസ്തുവിനെ തള്ളിപ്പറയുക. പരീക്ഷകളെ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു. 5-ാം അധ്യായം 4-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യം, 4:42, ലൂക്കോസ് 4:42. നേരം വെളുത്തപ്പോൾ അവനൊരു നിർജ്ജന ദേശത്തേക്ക് എന്ത് ചെയ്തു? വാങ്ങിപ്പോയി. പ്രാർത്ഥിക്കാൻ പോവുകയാണ് ക്രിസ്തു. 4:42. എപ്പോഴാണ്? അധികാലത്തെ പോയി. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ധാരാളം ക്രിസ്തീയ ഗാന രചയിതാക്കളെന്നുണ്ട്. ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ നല്ല പാട്ടുകൾ എഴുതുന്നുണ്ട്, ഹൃദയസ്പർശിയായ പാട്ടുകളാണ്. പക്ഷേ പ്രഭാത പ്രാർത്ഥനകൾ, ഗീതങ്ങളെന്ന്, പ്രഭാത കീർത്തനങ്ങളെന്നുള്ളത് എല്ലാം ഒരു 100 വർഷം 80 വർഷം പഴക്കമുള്ള പാട്ടുകളാണ്. അതിരാവിലെ തിരുസന്നിധി, ഉഷകാലം നാം എഴുന്നേൽക്കുക, ഇതെല്ലാം ഉള്ളു പ്രഭാത പ്രാർത്ഥന. എന്തുകൊണ്ടാണ് ഇവരാരും പ്രഭാത കീർത്തന ഇപ്പോൾ എഴുതാത്തേ? ഒരു പാട്ടുകാരും പ്രഭാത കീർത്തനം എഴുതുന്നില്ലല്ലോ. എന്തായിരിക്കാം കാരണം? നിങ്ങൾ തന്നെ പറഞ്ഞു. രാവിലെ എന്ത് ചെയ്യാറില്ല? എഴുന്നേൽക്കാറില്ല. എഴുന്നേറ്റായിരുന്ന ചിലപ്പം രാവിലെ പാട്ട് വരത്തില്ലേ? ഏതെങ്കിലും പാട്ട് അടുത്തിടയ്ക്ക് രാവിലെ പാടുന്ന പാട്ട് കണ്ടത് ഒന്ന് പറയാമോ? ഇന്നും ആ പണ്ട് സിയോൻ ഗീതാവിലില്ല, പഴയ പാട്ടാണ്. ഉഷകാലം നാം എഴുന്നേൽക്കുക, അതിരാവിലെ തിരുസന്ധി, മനമേ പക്ഷിഗണങ്ങളും. ഒരു പുതിയ പാട്ടെന്നെ എഴുതാത്തേ? കാരണം
കാരണം ഇത്രയേ ഉള്ളൂ, എന്തോ ഇല്ല രാവിലെ. പക്ഷേ ക്രിസ്തു പോയി എപ്പോഴാ? നേരം വെളുത്തപ്പോൾ നിർജ്ജന ദേശത്തേക്ക് വാങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. എല്ലാവരും പറഞ്ഞേ, എപ്പം പ്രാർത്ഥിച്ചു കർത്താവ്? രാവിലെ പ്രാർത്ഥിച്ചു, രാവിലെ പ്രാർത്ഥിച്ചു. ഇനിയും കർത്താവ് ഒറ്റയ്ക്ക് പോയിരുന്നു പ്രാർത്ഥിച്ചു. 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, ലൂക്കോസ് 5:16. അവൻ നിർജ്ജന ദേശത്തേക്ക് എന്ത് ചെയ്തു? വാങ്ങിപ്പോയി. ഒറ്റയ്ക്ക് പോയിരുന്നു എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അപ്പോൾ രാവിലെ പ്രാർത്ഥിച്ചു, സ്നാനമേറ്റ് കഴിഞ്ഞപ്പം പ്രാർത്ഥിച്ചു. പിന്നെ കാണുന്നു നിർജ്ജന ദേശത്തേക്ക്, ഒറ്റപ്പെട്ട ഒരു സ്ഥലം, വലിയ ബഹളങ്ങളില്ലാത്തൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയിരുന്ന ക്രിസ്തു എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥിച്ചു. നിർജ്ജന ദേശത്തേക്ക് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു. 6:12, ലൂക്കോസ് 6:12. കുറിക്കുന്നവർ ലൂക്കോസ് 6:12. അല്ല, മറന്നുപോകും, അതുകൊണ്ടാണ്. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് എവിടെ ചെന്നു? ഒരു മലയിൽ ചെന്നു. എന്നിട്ടെപ്പം പ്രാർത്ഥിച്ചു? ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്ത് കഴിച്ചു? രാത്രി കഴിച്ചു. അടുത്തൊരു പ്രാർത്ഥനയാണ് മുഴുരാത്രി പ്രാർത്ഥന. ഒറ്റയ്ക്ക് പോയിരുന്ന് മുഴുരാത്രി പ്രാർത്ഥിച്ചു. ഭയങ്കര അനുഗ്രഹമാണ്. എന്താണെന്നറിയാമോ? മുഴുരാത്രി പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനകളാണ് രാത്രി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് രാത്രി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹമാണ്. കാരണമുണ്ട്. രാത്രിയിലാണ് ഈ ഇരുട്ടിൻ്റെ ശക്തികൾ പ്രബലപ്പെടുന്നത്. ഇരുട്ടിൻ്റെ ശക്തികൾ പലപ്പോഴും പ്രബലപ്പെടുന്നത് എപ്പോഴാണ്? രാത്രി. ഈ പൈശാചിക ആരാധനയെക്കുറിച്ചിട്ടൊക്കെ കേൾക്കുന്ന അറിയാം. അവരുടെ പ്രാർത്ഥന എപ്പോഴും പകലാണോ രാത്രിയിലാണോ? രാത്രിയിലാണ്. പാപം നടക്കുന്ന കൂടുതലും പകലാണോ രാത്രിയിലാണോ? രാത്രിയില്ല. മൂർഖം പാമ്പ് ഇറങ്ങി നടക്കുന്ന നട്ടുച്ചയ്ക്കാണോ രാത്രിയിലാണോ? രാത്രിയില്ല. പേടിക്കണ്ട, രാത്രിയില്ല. നട്ടുച്ചയ്ക്ക് താണ്ടേ പാമ്പ്, പേടിക്കത്തില്ല. പ്രായമുള്ളവർ പറയും പേടിക്കണ്ട, സൂക്ഷിച്ചാൽ മതി, ചേര വെള്ളം കുടിക്കാൻ ഇറങ്ങിയത്. നട്ടുച്ചയ്ക്ക് വരുന്ന കൂടുതലും എന്തായിരിക്കും? ചേര ഇറങ്ങി. വിഷപ്പാമ്പൊക്കെ ഇറങ്ങുന്നത് എപ്പോഴാണ്? സന്ധ്യയ്ക്ക് ഇരുട്ടത്തോ. അപ്പോൾ ഇരുട്ടത്ത് കടിച്ചാൽ അത് ചേരയായിരിക്കില്ല. അപ്പോൾ ഇരുട്ടിൻ്റെ ശക്തികളൊക്കെ പ്രബലപ്പെടുന്ന എപ്പോഴാണ്? രാത്രിയിൽ. അപ്പോൾ ഈ രാത്രി പ്രാർത്ഥിച്ചാൽ ഈ ശക്തികളെ തൗപ്പിക്കാം. രാത്രി പ്രാർത്ഥിക്കണം. രാത്രികളിൽ 4 യാമങ്ങളിലും പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. 1-ാം യാമം, 2-ാം യാമം, പ്രത്യേകിച്ച് അർദ്ധരാത്രി പ്രാർത്ഥന അനുഗ്രഹമാണ്. കാരണം അങ്ങയുടെ നീതിയുള്ള വിധികൾ ഹേതുവായി അവിടുത്തെ സ്തുതിക്കേണ്ടത് ഞാൻ എപ്പോൾ എഴുന്നേക്കും? അർദ്ധരാത്രി എഴുന്നേക്കും. അർദ്ധരാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിച്ച വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ കാണാൻ കഴിയും. അർദ്ധരാത്രി പ്രാർത്ഥന, 12 മണിക്കുള്ള പ്രാർത്ഥന. വീണ്ടും നമ്മൾ കാണുന്നു അവിടുന്ന് മലയിൽ പോയി പ്രാർത്ഥിച്ചു. എന്തിനാണ് മലയിൽ പോയി പ്രാർത്ഥിച്ചത്? ഉയർന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. നമുക്കറിയാം, ഒരു ദേശത്തിൻ്റെ പല കാര്യങ്ങളും അങ്ങനെയുള്ള ആരാധന സമ്പ്രദായങ്ങളൊക്കെ ഉയർന്ന സ്ഥലത്താണ്. അവർ ഉയർന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്തോ കേട്ടെന്നറിയാം, ചുറ്റും നോക്കി പ്രാർത്ഥിക്കാൻ കഴിയും. എല്ലാവരും ഉറങ്ങിയിരിക്കുമ്പോൾ ആ ദേശത്തിൻ്റെ ഉയർന്ന സ്ഥലത്ത് പോയി ചുറ്റും നോക്കി പ്രാർത്ഥിക്കുക. അത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട്, നീ എന്നെ കൊണ്ട് കാണിച്ചിട്ട് ഈ കാണുന്നതൊക്കെ ഞാൻ നിനക്ക് എന്ത് ചെയ്യും? തരും. നമ്മുടെ കാഴ്ചകളെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ഉയർന്ന സ്ഥലം. അവിടുന്ന് പ്രാർത്ഥിച്ചു. എപ്പം പ്രാർത്ഥിച്ചു? രാത്രി പ്രാർത്ഥിച്ചു. ഉയർന്ന സ്ഥലത്ത് പോയി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അപ്പോൾ എപ്പം രാവിലെ പ്രാർത്ഥിച്ചു ക്രിസ്തു. പിന്നെ എപ്പം പ്രാർത്ഥിച്ചു? ഉറക്കെ പറഞ്ഞേ, എപ്പം പ്രാർത്ഥിച്ചു? രാത്രിയിൽ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. പറഞ്ഞേ, എപ്പം പ്രാർത്ഥിച്ചു? രാത്രി പ്രാർത്ഥിച്ചു. മനുഷ്യൻ്റെ മണിക്കൂർ 24 8 മണിക്കൂർ ഉറങ്ങണം, 8 മണിക്കൂർ ജോലി ചെയ്യണം, 8 മണിക്കൂർ ക്രിയേഷൻ, 8×3 24. അതിനകത്ത് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ ഉറക്കം. 8 മണിക്കൂർ ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാണ്. ജോലി ഇച്ചിരി കുറച്ച്, മറ്റിടത്ത് ഇച്ചിരി കുറച്ച്, ഞാൻ ബാക്കി അഡ്ജസ്റ്റ് ചെയ്തോളാം. 8 മണിക്കൂർ ഒരു പെൺകുട്ടി പ്രാർത്ഥിക്കും എന്നൊക്കെ ആഗ്രഹിക്കും. 6 മണിക്കൂർ പ്രാർത്ഥിക്കും. അവിടെ ഉപദേശിയായ ഞാൻ ഒന്ന് പേടിച്ചു. പക്ഷെ അതൊക്കെ എനിക്കൊരു ഐ ഓപ്പണിങ്ങാണ്. 8 മണിക്കൂർ 6 മണിക്കൂറൊന്നുമല്ല. ഇന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ഡബിൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കര ഉയർത്തിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നില്ല നല്ല പറയുന്നത് കേട്ടോ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. 10 മിനിറ്റാണോ 20 മിനിറ്റ് ആക്കണം, 5 മിനിറ്റാണോ 10 മിനിറ്റ് ആക്കണം. ഇപ്പോൾ എത്ര മിനിറ്റ് ആയിരിക്കും? 1 മിനിറ്റ്. ഇപ്പോൾ പ്രാർത്ഥന അമ്മയെ കത്തോണ കത്താവ് സ്വത്തം ചിന്തപ്പത്തെ കഥകൾ പഠിക്കണം, കൂട്ടുകാരെല്ലാം പത്തിക്കുന്ന സ്വത്രം അമ്മയെ 1 മിനിറ്റായി. അത് 2 മിനിറ്റ് ആക്കണം. ഇന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇരട്ടി പ്രാർത്ഥിക്കണം. എന്നാലും നമുക്ക് ഇവരെല്ലാം ജയിക്കണം. ഇനി നമ്മൾ തോക്കരുത്. നമ്മുടെ ഒറ്റ പിള്ളേരെ കൊണ്ടുപോകരുത്. പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ച് അങ്ങനെ ആഗ്രഹിക്കുന്നവരൊന്ന് കര ഉയർത്തിക്കേ. ഇന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇരട്ടി പ്രാർത്ഥിക്കണം.
12 ദിവസം ഇരട്ടി പ്രാർത്ഥിക്കണം. ഇന്നിപ്പോൾ യോഗം കഴിയും അല്ലേ? ഇപ്പം കഴിയില്ലേ? പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന വല്ലതും ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ ഇവിടെ ഇരിക്കുന്നവർ, ധൃതി വെക്കാത്തവർ ഇരുന്ന് പ്രാർത്ഥിക്കണം. വീട്ടിൽ പോകേണ്ടവർ പെട്ടെന്ന് പോകണം, അല്ലാത്തൊരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ടേ പോകാം. പിതാവേ, ഞാൻ ഒരുമനപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് ഇരട്ടി പ്രാർത്ഥിക്കണം. അതിനുള്ള കൃപ തരണം, ബലം തരണം, ശക്തി തരണം, ജ്ഞാനം തരണം, അറിവ് തരണം, ആരോഗ്യം തരണം, ഓർമ്മ തരണം. ഓർമ്മയില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊക്കത്തില്ല. ഓർമ്മ തരണം. ഞങ്ങളുടെ ആരും ഓർമ്മ പോകരുത്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളുടെ ഒന്നും ഓർമ്മ പോകരുത്. അവർക്ക് ഓർമ്മയുണ്ടെങ്കിലേ പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം എന്നും ഓർമ്മ കൊടുത്തോണം. പേരുകളൊക്കെ ഓർക്കാൻ ദൈവം കൃപ കൊടുക്കണം. ദൈവദാസന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. എൻ്റെ കുടുംബത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കും. ഈ സഭയ്ക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. നിരന്തര പ്രാർത്ഥന. കർത്താവേ, കുറച്ചുകൂടെ കൂടട്ടെ, കുറച്ചുകൂടെ വർദ്ധിക്കട്ടെ. കർത്താവേ, അവർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്. ഇത്രയും ദൈവം ചെയ്യാൻ അവരെ സഹായിച്ച ദൈവമേ, ഇത് പോരാന്ന് ഞങ്ങൾ ആഗ്രഹിക്കും. 2025 ഞങ്ങൾക്ക് ആയുസ് തരികയാണെങ്കിൽ നിരന്തര പ്രാർത്ഥന. ഹല്ലേലൂയ. ആ വലിയ ദർശനത്തെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.